നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കിയത് സ്പെയിനാണ്. അർഹിച്ച ഒരു കിരീടമാണ് അവർ നേടിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത്. കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്കായിരുന്നു അവർ പരാജയപ്പെടുത്തിയിരുന്നത്. സെമി ഫൈനലിൽ ഫ്രാൻസിനെയായിരുന്നു അവർ തോൽപ്പിച്ചിരുന്നത്. കൂടാതെ ജർമ്മനി, ഇറ്റലി, ക്രൊയേഷ്യ തുടങ്ങിയ വമ്പൻ ടീമുകളെയെല്ലാം അവർ പരാജയപ്പെടുത്തിയിരുന്നു. കിരീട ഫേവറേറ്റുകളായ ഫ്രാൻസ്, അതുപോലെ തന്നെ ജർമ്മനി എന്നിവരുടെ വെല്ലുവിളികളൊക്കെ അതിജീവിക്കാൻ സ്പെയിനിന് കഴിഞ്ഞു എന്നത് ഈ ഒരു കിരീട നേട്ടത്തിന്റെ തിളക്കം ഏറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വലിയ ഒരു വിക്ടറി പരേഡായിരുന്നു അവർ കഴിഞ്ഞ ദിവസം സ്പെയിനിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ വിക്ടറി പരേഡിൽ എതിരാളികളെ അവർ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് ടീമിലെ സീനിയർ താരമായ ജീസസ് നവാസ് ആണ് ഫ്രഞ്ച് ക്യാപ്റ്റനായ കിലിയൻ എംബപ്പയെ പരിഹസിച്ചിട്ടുള്ളത്. എവിടെ പോയി എംബപ്പെ എവിടെ എന്നുള്ള ഒരു ചാൻഡാണ് അദ്ദേഹം മുഴക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ടുണ്ട്. ഇന്നലെയാണ് എംബപ്പയെ റയൽ മാഡ്രിഡ് തങ്ങളുടെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. എംബപ്പയുടെ ആ ഒരു പ്രസന്റേഷൻ ചടങ്ങിന് വേണ്ടി സാന്റിയാഗോ ബെർണാബുവിൽ ഏകദേശം 85,000-ഓളം ആരാധകർ തടിച്ചുകൂടി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എംബപ്പെ ഇനി മുതൽ സ്പെയിനിലാണ് കളിക്കാൻ കഴിയുക. യൂറോ കപ്പിൽ മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ലാലിഗയിൽ തിളങ്ങും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.